ബിജാപൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷാ പണികഴിപ്പിച്ച സ്വന്തം ശവകുടീരം ഗോൽ ഗുംബസിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. താഴികക്കുടങ്ങളുടെ കൂട്ടത്തിൽ ലോകത്തിൽ വലിപ്പം കൊണ്ട് 2ാം സ്ഥാനമാണ് ഇങ്ങ് തെക്കേ ഇന്ത്യയിലുള്ള ഗോൽ ഗുംബസിന്. നിർമ്മാണത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് സവിശേഷമായ ഒരു എക്കോസിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നു. ഗോൽ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ബിജാപൂരിലാണ്. ബിജാപൂരിൻ്റെ ഇന്നത്തെ പേര് വിജയപുര എന്നതാണ്. എൻ്റെ സഹയാത്രികരായ സുഹൃത്തുക്കൾ 3 പേരും ഗോൽ ഗുംബസിൻ്റെ കാഴ്ച നൽകിയ അത്ഭുതത്തിലും ആവേശത്തിലുമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല സ്ഥലത്തും ടൂർ പോയിട്ടുണ്ടെങ്കിലും ഗോൾ ഗുംബസിൻ്റെ ആ മനോഹാരിതയും പ്രാധാന്യവും ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപിരിയുന്നതല്ല. ഇത്രയും ഉയരമുള്ള ഗോൾ ഗുംബസിൽ നിന്നും സ്ത്രീ ചാടിയതായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓർക്കുമ്പോൾ തന്നെ ഭയമാകുന്നു. യാതൊരുവിധ എക്സ്റ്റേണൽ സപ്പോർട്ടും ഇല്ലാതെ നൂറ്റാണ്ടുകളായി ഇത്രയും വലിയ ഒരു താഴികക്കുടം ഇങ്ങനെ നിലനിൽക്കുന്നത് അതിശയകരമാണ്. ശരിക്കും ഗോൾ ഗുംബസ് എക്കാലത്തെയും മികച്ച ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിപാലനത്തിലാണ് വിസ്തൃതമായ ഈ സ്ഥലം. ഇതുവഴി ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അതിനപ്പുറത്തായി കാണുന്ന കെട്ടിടത്തിൻ്റെ പടികൾ കയറി ചെന്നാൽ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഗോൽ ഗുംബസ് എന്ന അത്ഭുത നിർമ്മിതിയുടെ കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൊടുന്നനവെ ഈ വിസ്മയത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ സന്ദർശകർ സ്തബ്ധരായി നിന്നുപോകുന്നു. ഗോൽ ഗുംബസിൻ്റെ വശങ്ങളിലായി 4 മിനാരങ്ങളുണ്ട്. മുൻഭാഗത്തെ 2 എണ്ണം ഇവിടെ നിന്നാൽ കാണാം. അവയിൽ ഓരോന്നിലും 7 നിലകൾ വീതമുണ്ട്. മുകൾ ഭാഗത്തെ വിസ്പറിംഗ് ഗാലറിയിലേക്കുള്ള പടിക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ മിനാരങ്ങൾക്കുള്ളിലാണ്. അകലെ നിന്നും കാണുമ്പോൾ പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് തവിട്ട് നിറത്തിൽ മരത്തിൽ ശില്പകലകൾ ചെയ്തതായി തോന്നിപ്പിക്കുന്നു. അത് വാസ്തവത്തിൽ അഗ്നിപർവ്വത ലാവ ഉറഞ്ഞുണ്ടായ ബസാൾട്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മുടെ തൊട്ടുമുന്നിൽ ഒരു ജലസംഭരണിയുണ്ട്. മുഹമ്മദ് ആദിൽ ഷാ അന്തരിച്ചതിനെ തുടർന്ന് വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള ചില പ്രവൃത്തികൾ ഉദ്ദേശരീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിതാവായ ഇബ്രാഹിം ആദിൽ ഷായുടെ മരണത്തിന് ശേഷം തൻ്റെ 15ാം വയസ്സിലാണ് മുഹമ്മദ് ആദിൽ ഷാ അധികാരത്തിലെത്തുന്നത്. പിതാവിൻ്റെ ശവകുടീരമായ ഇബ്രാഹിം റോസയേക്കാൾ വലുതും മനോഹരവുമായിരിക്കണം തൻ്റെ ശവകുടീരമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം ഗോൽ ഗുംബസിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. നീണ്ട 30 വർഷങ്ങൾ അവിരാമം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. ദാബൂളിലെ യാക്കൂദായിരുന്നു ശില്പി. പക്ഷേ 1650ഓടെ സുൽത്താൻ രോഗബാധിതനാകുകയും 6 വർഷങ്ങൾക്ക് ശേഷം അന്തരിക്കുകയും ചെയ്തതോടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിച്ചതായി കരുതുന്നു. നമ്മൾ ഗോൽ ഗുംബസിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഒരു മേലാവരണത്തോടെ സുൽത്താൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നു. സമീപത്ത് തന്നെ മറ്റു ചില ഖബറുകളുമുണ്ട്. വലതുഭാഗത്തേക്ക് പോകാനാണ് സെക്യൂരിറ്റി സ്റ്റാഫ് നിർദ്ദേശിക്കുന്നത്. 47.5 മീറ്റർ വീതം ദൈർഘ്യമുള്ള സമചതുരമാണ് ഗോൽ ഗുംബസിൻ്റെ ഉൾവശം. അതായത് 7 ടെന്നീസ് കോർട്ടുകൾ ചേരുമ്പോഴുള്ള വലിപ്പം. സുൽത്താൻ്റെ ഖബറിനോട് അനുബന്ധമായുള്ള ചെറിയ അലങ്കാര നിർമ്മിതി പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ കുടീരങ്ങളിൽ 2 തരം ഡിസൈനുകൾ കാണാം. ഇതിൽ വൃത്താകാരമായ മേൽഭാഗമുള്ളത് പുരുഷന്മാരുടെയും പരന്ന മേൽഭാഗമുള്ളത് സ്ത്രീകളുടേതുമാണ്. സുൽത്താൻ്റെ ഖബറിൻ്റെ ഇരുവശങ്ങളിലുമായി അദ്ദേഹത്തിൻ്റെ ചെറുമകൻ, മകൾ, 2 ഭാര്യമാർ എന്നിവരുടെ ഖബറുകൾ ഉണ്ട്. ഗോൽ ഗുംബസിൻ്റെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് നിശബ്ദതയിൽ ഇവിടെ ഉയരുന്ന ഓരോ ശബ്ദവും നിരവധി തവണ പ്രതിധ്വനിക്കുന്നു. ഗോളാകൃതിയിലുള്ള ഈ കാണുന്ന താഴികക്കുടത്തിൻ്റെ വളഞ്ഞ പ്രതലത്തിൽ തട്ടി ശബ്ദം പല ദിക്കുകളിലേക്കും സഞ്ചരിക്കുന്നു. ഇപ്രകാരം ബൗൺസ് ചെയ്യപ്പെടുന്ന ശബ്ദം നഷ്ടമാകാതെ 7 മുതൽ 10 തവണ വരെ പ്രതിധ്വനിക്കുന്നു. പക്ഷേ നിശബ്ദതയിൽ മാത്രമേ ഈ പ്രതിധ്വനികൾ തിരിച്ചറിയാനും ആസ്വദിക്കാനും കഴിയൂ. ഇത് മനസ്സിലാക്കാതെ ഇവിടെ എത്തുന്ന സന്ദർശകർ മുഴുവനും കൂവി ബഹളം വയ്ക്കുകയാണ്. എല്ലാവരും സ്വന്തം ശബ്ദത്തിൻ്റെ പ്രതിധ്വനികളാണ് പ്രതീക്ഷിക്കുന്നത്. 51 മീറ്ററാണ് ഗോൽ ഗുംബസിൻ്റെ ഉയരം. ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള താഴികക്കുടത്തിന് 44 മീറ്റർ വ്യാസമുണ്ട്. പക്ഷേ ഇവിടെയുള്ള ചുമരുകളുടെയും ഈ കാണുന്ന നിലത്തിൻ്റെയും നിർമ്മാണത്തിന് ബസാൾട്ട് കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെക്കാൻ പ്ലാറ്റോയുടെ ഭാഗമായ ബിജാപൂരിലും പരിസരങ്ങളിലും ഖനനത്തിലൂടെ ബസാൾട്ട് കല്ലുകൾ ഇന്നും സുലഭമാണ്. കറുപ്പും ചാരനിറത്തിലുമുള്ള ഈ കല്ലുകൾ അതിശക്തമാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ഭാഗം മരം കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് തോന്നിപ്പോകും. ഇന്നത്തെ പോലെ ആധുനിക ഉപകരണങ്ങൾ ഇല്ലാതിരുന്നൊരു കാലത്ത്
ഇത്രയും വലിപ്പവും ഭാരവുമുള്ള താഴികക്കുടം യാതൊരുവിധ സപ്പോർട്ടുകളുമില്ലാതെ നിലകൊള്ളുന്ന രീതിയിൽ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. നിർമ്മാണ ഘട്ടത്തിൽ ഏത് സമയവും താഴികക്കുടം തകർന്നു വീഴാൻ ഇടയുണ്ടെന്ന അഭിപ്രായം പ്രചരിച്ചിരുന്നത്രേ. സുൽത്താനും ഇത് അറിയുകയുണ്ടായി. എല്ലാവരുടെയും ആശങ്കകൾ അകറ്റാൻ താഴികക്കുടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ശില്പിയായ യാക്കൂത്ത് ഗോൽ ഗുംബസിൻ്റെ മധ്യഭാഗത്ത് തന്നെ നിന്നതായി പറയപ്പെടുന്നു. പ്ലാറ്റ്ഫോമിൽ ഇടത്തു നിന്നും വലത്തേക്ക് കാണുന്ന ഖബറുകൾ യഥാക്രമം സുൽത്താൻ്റെ ചെറുമകൻ്റെയും ഇളയ ഭാര്യ അരുസ് ബീവിയുടെയും ശേഷം സുൽത്താൻ മുഹമ്മദ് ആദിൽ ഷയുടേതുമാണ്. അത് കഴിഞ്ഞ് മകളുടെയും മൂത്ത ഭാര്യയുടെയും വരുന്നു. സുൽത്താൻ്റെയും മകളുടെയും നടുവിലായി വരുന്ന ഖബർ പ്രിയപ്പെട്ട യജമാനത്തി രംഭ എന്ന് രേഖകളിൽ കാണുന്നു. കൊട്ടാരം നർത്തകിയായിരുന്ന രംഭയെപ്പറ്റി വഴിയെ പറയാം. ഗോൽ ഗുംബസിൻ്റെ ഉള്ളിലൂടെ നടന്ന് അകലെ എത്തിയ സന്ദർശകരെ ചെറിയ രൂപങ്ങളായിട്ടാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഗോൽ ഗുംബസിൻ്റെ ഉൾവശം ഒരു മൈതാനം പോലെ വലുതാണ് എന്ന വിശേഷണത്തിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത ഈ നിർമ്മിതി ജനങ്ങളിൽ അത്ഭുതം മാത്രമല്ല ഭയം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. രാത്രിയുടെ ഇരുട്ടിൽ വീശിയടിക്കുന്ന കാറ്റ് ഇവിടുത്തെ എക്കോസിസ്റ്റത്തിന് വിധേയമാകുമ്പോൾ കേൾക്കുന്ന ഭയാനകമായ ശബ്ദം നിറം പിടിപ്പിച്ച നിരവധി കഥകൾക്കിടയാക്കിയിട്ടുണ്ട്. ബസാൾട്ട് കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ അലങ്കാരപ്പണികളോടെ കാണുന്ന ഈ ഭാഗം കാഴ്ചാനുഭവം മാത്രമല്ല, അവ താഴികക്കുടത്തിൻ്റെ അടിത്തറയുടെ തന്നെ ഭാഗമാണ്. ഇത്തരത്തിൽ 8 കമാനങ്ങളുണ്ട്. ഓരോ കോണിലും 4 അഷ്ടഭുജാകൃതമായ ഗോപുരവുമുണ്ട്. അതിന് മുകളിലായിട്ടാണ് വിസ്പറിംഗ് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. യാതൊരുവിധ എക്സ്റ്റേണൽ സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന ഭീമാകാരമായ താഴികക്കുടത്തിൻ്റെ ലോഡ് ഷെഡിങ്ങും ബാലൻസിങ്ങും നമ്മെ അതിശയിപ്പിക്കുന്നു. താഴികക്കുടത്തിന് മുകളിലൂടെ നീങ്ങുന്ന സന്ദർശകരെ കാണാവുന്നതാണ്. നമ്മൾ പറയാനായി മാറ്റിവെച്ച കൊട്ടാരം നർത്തകി രംഭ ഈ വിസ്പറിംഗ് ഗാലറിയിൽ നിന്നുമാണ് താഴേക്ക് ചാടിയത്. ഗോൽ ഗുംബസ് നിശബ്ദമായിരിക്കുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ പോലും വിശാലമായ നിർമ്മിതിയിൽ എവിടെ നിന്നും അത് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് രഹസ്യങ്ങൾ കൈമാറാൻ പറ്റാത്ത സ്ഥലം എന്നൊരു വിശേഷണം കൂടി ഇവിടെയുണ്ട്. ഗോൽ ഗുംബസ് നൽകിയ അത്ഭുതത്തിൻ്റെ ലഹരിയിൽ സന്ദർശകർ എല്ലാവരും ഉറക്കെ ശബ്ദമുണ്ടാക്കുകയാണ്. കമാനത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് വിസ്പറിംഗ് ഗാലറിയിലേക്കുള്ള പടിക്കെട്ടുകൾ ആരംഭിക്കുന്നത്. ഏറെക്കുറെ കുത്തനെയുള്ള പടിക്കെട്ടുകൾക്ക് വീതി കുറവാണ്. ഇരുളും വെളിച്ചവും ഇഴചേർന്ന് നിൽക്കുകയാണ് അവിടെ. വിസ്പറിംഗ് ഗാലറിയുമായി ബന്ധപ്പെട്ട് രംഭ എന്ന നർത്തകിയെപ്പറ്റി വാമൊഴിയായി പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ഏതോ ഗ്രാമത്തിൽ നിന്നും ബിജാപൂരിൽ എത്തിച്ചേർന്ന നർത്തകിയായ പെൺകുട്ടിയായിരുന്നു രംഭ. ഒരു നാൾ സുൽത്താൻ മുഹമ്മദ് ആദിൽ ഷാ അവളെ കാണുവാനിടയായി. ആദ്യ കാഴ്ചയിൽ തന്നെ ഉണ്ടായ അനുരാഗം ക്രമേണ ദൃഢമായി. കല്ലിനെപ്പോലും പിളർക്കാൻ പോകുന്ന ആജ്ഞാശക്തിയുണ്ടായിരുന്ന സുൽത്താൻ തൻ്റെ പ്രണയിനിക്ക് മുന്നിൽ ഒരു മഞ്ഞുകട്ട പോലെ അലിഞ്ഞുപോയി. നമ്മൾ 7ാം നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കടന്നു വന്ന മ്യൂസിയവും വാട്ടർ ടാങ്കും ഒക്കെ ഇവിടെ നിന്നാൽ കാണാം. 4 ഭാഗത്തുമായി നിലയുറപ്പിക്കുന്ന ഭടന്മാർക്ക് ബിജാപൂരിൻ്റെ സമഗ്രമായ കാഴ്ച ലഭിക്കും എന്ന തന്ത്രപ്രാധാന്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ശബ്ദം താഴ്ത്തി മന്ത്രിച്ചാലും ഗോൽ ഗുംബസിൻ്റെ അകത്തളങ്ങളിൽ അത് വ്യക്തമായി കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് കേൾപ്പിച്ച് തൻ്റെ പ്രണയിനിയെ അത്ഭുതപ്പെടുത്താനായി ഒരു നാൾ സുൽത്താൻ രംഭയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ അവസാനഘട്ട ജോലിയുമായി ബന്ധപ്പെട്ട് ഏതാനും ജോലിക്കാർ താഴെയുണ്ടായിരുന്നു. 7ാം നിലയിൽ നിന്നുള്ള കൗതുകകരമായ കാഴ്ചയിൽ നിന്നും താഴികക്കുടത്തിൻ്റെ ഭാഗമായ വിസ്പറിംഗ് ഗാലറിയിലേക്ക് ഇടുങ്ങിയ വഴിയിലൂടെ പടിക്കെട്ടുകൾ കയറുകയാണ് നമ്മൾ. വിസ്പറിംഗ് ഗാലറിയിലേക്ക് വന്ന രംഭ സുൽത്താൻ നിർദ്ദേശിച്ച പ്രകാരം അദ്ദേഹത്തിൻ്റെ എതിർവശത്തായി പോയി നിന്നു. അകലെ നിന്നും സുൽത്താൻ മന്ത്രിച്ചു, "നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്." ആ ശബ്ദം ഗുംബസിനുള്ളിലെ വായുവിലൂടെ തൊട്ടടുത്തുനിന്ന് കേൾക്കുന്നത് പോലെ അവളെ വന്ന് പൊതിഞ്ഞു. രംഭ അത്ഭുതത്തോടെ അകലത്തായി നിൽക്കുന്ന സുൽത്താനെ നോക്കി മന്ത്രിച്ചു, "എൻ്റെ ജീവനേക്കാൾ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു." ഊറി ചിരിച്ചുകൊണ്ട് സുൽത്താൻ ചോദിച്ചു, "അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ഇവിടെ നിന്നും താഴേക്ക് ചാടാൻ പറയുന്നു. നീ ചാടുമോ?" സുൽത്താൻ ചോദിച്ചു തീർന്നില്ല. രംഭ ഈ കൈവരി കടന്ന് താഴേക്കെടുത്ത് ചാടി. ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയ സുൽത്താൻ നിലവിളിച്ചുകൊണ്ട് താഴേക്കോടി. മിനുക്കുപണികൾ ഏർപ്പെട്ടിരുന്ന ജോലിക്കാർ കെട്ടിയുണ്ടാക്കിയ വലയിലേക്കാണ് ബോധരഹിതയായി രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ രംഭ പോയി വീണത്. അവിടെ ഉണ്ടായിരുന്നവർ മുഖത്ത് വെള്ളം തളിച്ച് അവളെ ഉണർത്തി. സുൽത്താൻ അവളെ വാരിപ്പുണർന്നു പറഞ്ഞു, "ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമയാണ്. നിനക്ക് ഞാൻ എന്താണ് നൽകേണ്ടതെന്ന് പറയൂ." വിറക്കുന്ന ചുണ്ടുകളോടെ അവ്യക്തമായിരുന്നു രംഭയുടെ മറുപടി. "മരിച്ചു കഴിഞ്ഞാൽ
ഈ കുടീരത്തിൽ അങ്ങയുടെ തൊട്ടരികിലായി എനിക്ക് സ്ഥാനം അനുവദിച്ചാൽ മാത്രം മതി. മരണത്തിനും നമ്മെ പിരിക്കാൻ കഴിയരുത്. ഈ കഥ നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ പ്രചരിച്ചു വരുന്നു. വീഴ്ചയിൽ തന്നെ രംഭ മരിച്ചെന്നും അവളുടെ ആത്മാവ് ഇന്നും ഗോൽഗുംബസിലുണ്ടെന്നും വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. സുൽത്താൻ്റെ ഖബറിന് തൊട്ടടുത്തുള്ളൊരു ഖബർ പ്രിയപ്പെട്ട യജമാനത്തി രംഭ എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. 350ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൻ്റെ അരങ്ങൊഴിഞ്ഞ മനുഷ്യർ ഇവിടെ ശാന്തമായി ഉറങ്ങട്ടെ.